ഗായ്സ് വെൽക്കം ബാക്ക്. ഞാൻ റാസി. ഞാനോടെ ഫൈനൽ പാർട്ടാണ് ഗൈസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലുണ്ട്, ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് പോയിട്ട് കാണാം. ഓക്കെ, അപ്പം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വണ്ടി വന്ന സമയത്ത് വളരെ വീക്കായിരുന്നു എല്ലാ കാര്യങ്ങളും. AC, അതുപോലെ തന്നെ എൻജിൻ, കൂളിംഗ് സിസ്റ്റം, കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും വീക്കായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ഈ വണ്ടീനെ ഒരു പുതിയ പ്രൊഫഷനിലേക്ക് നമ്മൾ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് കേസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണറിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം നാട്ടിലുള്ള ആളല്ല, പുറത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഇതിലെ A to Z കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് പോകാം. ഗാരേജിലേക്ക് വന്നത് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ്. അതായത് വണ്ടി ചില സമയങ്ങളിലൊക്കെ ഓടിക്കുമ്പം ഓവർ ഹീറ്റിങ്ങിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കും, വണ്ടി ഓഫ് ആവും. ആ ഒരു പ്രശ്നമായിട്ടാണ് നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നത്. പിന്നെ മാത്രമല്ല, ഈ ഒരു വണ്ടി A to Z റീസ്റ്റോർ ചെയ്ത ഒരു വർക്കാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കണ്ടു, അതായത് ആ ഒരു കൊറോഷൻ കാരണം ഈ ഒരു എൻജിന് സംഭവിച്ച ഡാമേജ്, അതായത് ആ ഒരു ഹെഡിൽ നിന്ന് പോകുന്ന ആ ഒരു പൈപ്പിനും അതുപോലെ തന്നെ റിയർ ആയിട്ട് നമ്മൾ ഹീറ്ററിലേക്ക് പോകുന്ന ആ ഒരു പൈപ്പ്, 2 പൈപ്പുകൾ വരുന്നുണ്ട് ഔട്ട്. ആ 2 പൈപ്പുകളിൽ റെസ്റ്റ് വന്നുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പൈപ്പ് റീസ്റ്റോർ ചെയ്യുന്നതും അത് ലൈറ്റിൽ കൊണ്ടുപോയിട്ട് പുതിയ പൈപ്പ് ഉണ്ടാക്കി ഫിക്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ഫൈനൽ പാർട്ടാണ്. ഇപ്പോൾ നമ്മുടെ കാർ ഡെലിവറിക്ക് വേണ്ടി റെഡി ആയിരിക്കുകയാണ്, ഇതിന് ഓണർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിപ്പം കംപ്ലീറ്റ് പറയാൻ വേണ്ടി പോവാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുള്ള A to Z കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഇതിനെ ഇറക്കിയിട്ട് നമ്മൾ ആദ്യം നോക്കിയത് ഇതിൻ്റെ വാട്ടർ പമ്പാണ്. ഇതിൻ്റെ വാട്ടർ പമ്പും ഓയിൽ പമ്പും ഒറ്റ അസംബ്ലി ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അയച്ചു നോക്കിയപ്പോൾ തന്നെ വാട്ടർ പമ്പ് നല്ല കൊറോഷൻ ഉണ്ട്. കാരണം ഈ ഓവർ ഹീറ്റിംഗ് വന്നുകൊണ്ട് തന്നെ പിന്നെ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കംപ്ലീറ്റ്ലി റെസ്റ്റ് വന്നു വാട്ടർ പമ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കേസ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ പമ്പ് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതായത് പുതിയ വാട്ടർ പമ്പ്, ടാറ്റയുടെ തന്നെ ജെനുവിൻ വാട്ടർ പമ്പ് നമ്മൾ മേടിച്ചു വിത്ത് ഓയിൽ പമ്പ്, ഒറ്റ അസംബ്ലി ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു പാർട്സ് നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഹോസുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം മാറി. റേഡിയേറ്റർ വരെ നമ്മൾ മാറി റീപ്ലേസ് ചെയ്തു. കാരണം പഴയ റേഡിയേറ്ററിൽ കൊറോഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു റേഡിയേറ്ററൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർ പമ്പ് മാറാൻ വേണ്ടി നമ്മൾ A to Z കാര്യങ്ങൾ അയക്കണം. ഈ വണ്ടി ഇപ്പോൾ ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടൈമിംഗ് ബെൽറ്റ് മാറാൻ സമയമായിട്ടില്ല എന്ന് പറയാം. നാനോക്കൊക്കെ പൊതുവെ ഒരു 70,000 കിലോമീറ്റർ ഒക്കെയാണ് എല്ലാവരും പറയാറ്. ആ ഒരു ടൈമിൽ മാറിയാൽ നല്ലതെന്ന് പറയും. അപ്പം 1 ലക്ഷത്തിലൊക്കെ മാറുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ എന്തായാലും മാറി. കാരണം ഇത്രയും സാധനങ്ങൾ നമ്മൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് മാറി, ടെൻഷനർ മാറി, അതിൻ്റെ സീലുകൾ കാര്യങ്ങൾ, വാൽ കവർ പാക്കിങ് അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ മാറി. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിൻ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. അതായത് എഞ്ചിൻ്റെ ഉൾഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ തിളങ്ങുവാണ്. അതായത് സമയത്തിന് ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഒരു തീരെ ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. എഞ്ചിൻ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഓയിൽ പാൻ, അതുപോലെ നമ്മൾ ഈ ക്രാങ്ക് കേസ് എന്നൊക്കെ പറയും, അതൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ ക്ലച്ച് നമ്മൾ ഒന്നുകൂടെ അഴിച്ചു. കാരണം ക്ലച്ച് അഴിച്ചിട്ട് ചെക്ക് ചെയ്തു. കാരണം ഇത്രയും വർക്കുകൾ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ അതും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഓണർ കുറച്ച് മുമ്പ് മാറിയതാണ് ക്ലച്ച്. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ക്ലച്ച് ടാറ്റയുടെ ഒറിജിനൽ ക്ലച്ചാണ്. ഒറിജിനൽ പ്ലേറ്റ്, ഡിസ്ക്, റിലീസ് ബെയറിങ് എല്ലാം ജെനുവിൻ പാർട്സാണ് അതിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയ കുറവ് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്സിലിൻ്റെ ഒരു ബൂട്ട് ക്രാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ആക്സിലിൻ്റെ ബൂട്ട് ക്രാക്കുള്ള നമ്മൾ ഫിക്സ് ചെയ്തു. കൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ ഗിയറിൻ്റെ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിയർ ഓയിൽ നമ്മൾ ഫുള്ള് മാറി പുതിയത് ഒഴിച്ചു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ആണ്. അപ്പം ഈ ഒരു വണ്ടിയിൽ വരുന്ന സമയത്ത് തെർമോസ്റ്റാറ്റിൻ്റെ വാൽവ് ഇല്ലായിരുന്നു. അത് വാൽവ് ക്യാൻസൽ ചെയ്ത അവസ്ഥയിലാണ് വന്നത്. കാരണം ഓവർ ഹീറ്റിംഗ് വന്ന സമയത്ത് മെക്കാനിക്സ് അത് ക്യാൻസൽ ചെയ്തതായിരിക്കണം. കാരണം ചില സമയത്തൊക്കെ ആ വാൽവ് സ്റ്റക്കായിട്ടുള്ള ക്ലോസ് പൊസിഷനിൽ സ്റ്റക്കാണെങ്കിൽ ഓവർ ഹീറ്റിംഗ് കാണിക്കാറുണ്ട്. അപ്പം പിന്നെ മാത്രമല്ല കേട്ടോ, ഈ നാനോയുടെ കേസ് എടുത്താൽ ഇതിന് എഞ്ചിൻ ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ ഇത് ഇൻസ്പെക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ നല്ല പണിയാണ്, നല്ല ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. അപ്പം നമ്മൾ അടുത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, തെർമോസ്റ്റാറ്റ് വാൽവും കേസും ഒക്കെ നമ്മൾ പുതിയത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും സ്റ്റിയറിംഗ് ബോക്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ഫുള്ളി ഫെയിലാണ്. നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് റിപ്പയർ ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം സ്റ്റിയറിംഗ് ബോക്സ് അത്രയും പോയിട്ടുണ്ട്, പിനിയന് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്.
പിന്നെ നമ്മളത് റിപ്പയർ ചെയ്തിട്ടാലും ലൈഫ് കിട്ടാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ കുറച്ച് പണിയാണ് ഇതിൻ്റെ ബോക്സ് അയച്ചെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്തു. അത് നമുക്ക് എൻഡ് ടു എൻഡ് പുതിയ പീസ് വരും. അതായത് ടയറോട് എൻഡ് ടു ഇപ്പോഴത്തെ ടയറോട് എൻഡ് വരെയുള്ള കംപ്ലീറ്റ് പാർട്സും വരും. പിന്നെ ലോവർ ആം കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ബുഷുകൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ മാറേണ്ടത് മാറിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പാർട്സുകൾ ആവശ്യമില്ലാതെ നമ്മൾ മാറിയിട്ടില്ല. എന്നാലും ഡേഞ്ചറായിട്ട് നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ബ്രേക്കിൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് ഷൂ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതിൻ്റെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഒരു വീൽ സിലിണ്ടറിന് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വീൽ സിലിണ്ടർ മാറിയിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഹബിൻ്റെ നട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആക്സിൽ അയച്ച സമയത്ത് ഹബിൻ്റെ ഒരു എലങ്കിയുടെ നട്ടല്ല, സോറി, ബോൾട്ടാണ്. എലങ്കിയുടെ ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ 2-3 തവണ അയച്ചിട്ട് കുറച്ച് ത്രെഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ TVSൻ്റെ പുതിയ ബോൾട്ടുകളെല്ലാം മേടിച്ചിട്ടു. കാരണം അത് എപ്പോഴെങ്കിലുമൊക്കെ സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ അയച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ആ നട്ടുകളൊക്കെ നമ്മൾ മാറി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോറിൻ്റെ ഓയിലാണ്. 5W30 ആണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഓയിൽ മാറാതെ ഓടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് തിക്നെസ് കൂടിയ ഓയിലായിരിക്കും ചിലപ്പോൾ ഒഴിക്കുക. പക്ഷേ നമ്മൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാം പെർഫെക്റ്റ് ആണ്. ടൈം ടു ടൈം ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ 5W30 ആണ് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂളൻ്റ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റേഷ്യോയിലുള്ള കൂളൻ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതിൻ്റെ കൂളൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഓണർ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ വണ്ടി റിട്ടേൺ വിളിച്ചിട്ട് വീണ്ടും ഇതിൻ്റെ കൂളൻ്റ് ഒന്നുകൂടെ റീപ്ലേസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അപ്പം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്കാനറും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈ ഒരു ഓവർ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്കാനറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലാസ്റ്റായിട്ട് ഞാൻ ഈ ഓവർ ഹീറ്റിങ്ങിൻ്റെ അവസാനത്തെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലായിട്ട്, അതായത് നമ്മുടെ ഈ നാനോയുടെ കൂളൻ്റ് നമ്മുടെ ഫ്രണ്ടിലൂടെ ഹീറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പൈപ്പ് വഴിയാണ് നമ്മുടെ ഹീറ്ററിലേക്ക് വരിക. അവിടെ ആയിട്ടൊരു ബീഡിങ്ങിൻ്റെ വാൽവ് ഉണ്ട്. ആ ഒരു ബീഡിങ് വാൽവിൻ്റെ വാഷർ കംപ്ലൈൻ്റ് ആയിട്ടാണ് അതുവഴി കുറച്ച് കൂളൻ്റ് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അത് ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ഫുള്ളി നമ്മൾ ചെക്ക് ചെയ്തു. ആ ലൈന് കാര്യങ്ങളൊക്കെ ഫുൾ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് ആ ഒരു ഫ്രണ്ടിലുള്ള ആ ഒരു ബീഡിങ് വാൽവാണ് ലീക്ക്. അത് കണ്ട അപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഓണർക്ക് സ്പോട്ടിൽ ഞാൻ അയച്ചു കൊടുത്തു. ഇതിൻ്റെ ഓണർ ഉള്ളത് നാട്ടിലല്ല, സൗദിയിലാണ്. അദ്ദേഹത്തിനെ നമുക്ക് ഫുൾ ടൈം കോൺടാക്ട് ചെയ്യാൻ പറ്റും, ഏത് ടൈമിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ അയച്ചു കൊടുത്തു. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ആ ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ട്. കാരണം അതാണ് ഏറ്റവും വലുത്. കാരണം നമ്മളൊരു വണ്ടിക്ക് എന്തൊക്കെയോ പാർട്സ് മാറുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷേ അതിനേക്കാളും ഉപരിയാണ് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടുക എന്നുള്ളത് കേട്ടോ. അത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു ഓവർ ഹീറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് കിട്ടി. ആ ഒരു ബീഡിങ് വാൽവായിരുന്നു പ്രശ്നം. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സസ്പെൻഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു പാർട്സുകളൊന്നും മാറുന്നതുകൊണ്ട് കാര്യമില്ല. മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ടും റിയറും 4 പുതിയ ടയറുകളാണ്. ഈ വണ്ടി ഈ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഒരു ഫീലാണ്. കാരണം നമ്മൾ പുതിയ വണ്ടി ഓടിക്കുന്ന ഫീലാട്ടോ. നമുക്ക് മുമ്പ് ഈ വണ്ടി വന്ന സമയത്ത് ചെറിയൊരു ഗട്ടറിലൊക്കെ വീഴുമ്പോൾ തന്നെ ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ടയറൊക്കെ കുറച്ച് വീക്കായിരുന്നു വണ്ടി വന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ആ ടയർ കാര്യങ്ങൾ 4ഉം ഒരുമിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ തന്നെ വണ്ടി നല്ലൊരു ഫീലാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഗെയ്സ്. അപ്പം ഞാൻ ജസ്റ്റ് മെക്കാനിക്കൽ വർക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ സിമ്പിളാക്കിയിട്ട് ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എൻജിൻ നമ്മൾ താഴേക്ക് ഇറക്കി. എൻജിൻ ഇറക്കിയിട്ട് 2 പൈപ്പുകൾ നമ്മൾ ചേഞ്ച് ചെയ്തു. അതായത് കൂളൻ്റ് പാസ് ചെയ്യുന്ന പൈപ്പുകളാണ് ഹെഡിൽ നിന്ന്. ഈ മാരുതിയുടെ വണ്ടികൾക്ക് അത് എൽബോ ആയിട്ട് മേടിക്കാൻ കിട്ടും. പക്ഷേ ഇത് കമ്പനി ഓൾറെഡി ഫിക്സ് ആക്കി വെച്ചുകൊണ്ട് തന്നെ അത് കുറച്ച് പണിയായിരുന്നു. അങ്ങനെ അത് നമ്മൾ ചെയ്തു. പിന്നെ ഇതിൻ്റെ വാട്ടർ പമ്പ് റീപ്ലേസ് ചെയ്തു, റേഡിയേറ്റർ റീപ്ലേസ് ചെയ്തു, ടൈമിംഗ് ബെൽറ്റ്, ടെൻഷനർ, പിന്നെ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പൈപ്പുകൾ കാര്യങ്ങൾ, ഓൾട്ടർനേറ്റർ ബെൽറ്റ്, AC കംപ്രസറിൻ്റെ ബെൽറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മെക്കാനിക്കലി നമ്മൾ നോക്കുമ്പോൾ സസ്പെൻഷൻ, ഫ്രണ്ടിലെ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ മാറി, ഫ്രണ്ടും റിയറും ബ്രേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തു. വീൽ സിലിണ്ടർ നമ്മൾ പ്രശ്നമുള്ള ഒരു വീൽ സിലിണ്ടർ നമ്മൾ റീപ്ലേസ് ചെയ്തു, ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തു, ഗിയർ ഓയിൽ മാറി, എഞ്ചിൻ ഓയിൽ മാറി, കൂളൻ്റ് മാറി. ഓക്കെ, അപ്പം ടോട്ടലി ഇത്രയും കാര്യങ്ങളാണ് മെക്കാനിക്കലി ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ് AC.
അപ്പോൾ ഗൈസ് ഈ ഒരു വണ്ടിയിൽ വരുന്ന ജപ്പാൻ മെയ്ഡ് കംപ്രസർ ആയിരുന്നു ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ AC ഒരു നല്ലൊരു പെർഫെക്റ്റ് ആക്കി മാറ്റണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളും അതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് നമുക്കത് ചെയ്ത 1-2 ടീമിനെ നമ്മൾ കോൺടാക്ട് ചെയ്തു. അവരായിട്ട് നമ്മൾ സംസാരിച്ചു, അതിൻ്റെ ഐഡിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തു. അങ്ങനെ ഗൈസ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഇപ്പം ചെയ്തിരിക്കുന്നത് സുബ്രോസിൻ്റെ കംപ്രസറാണ്. അപ്പോൾ ഈ സുബ്രോസിൻ്റെ കംപ്രസർ എന്ന് പറഞ്ഞാൽ ന്യൂ മോഡൽ നാനോയിലാണ് വരുന്നത്. അപ്പം ആ ഒരു കംപ്രസറിന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ബ്രാക്കറ്റ് നമ്മൾ സ്ക്രാപ്പിൽ പോയിട്ട് മേടിച്ചു. സ്ക്രാപ്പിൽ പോയിട്ട് ആ ബ്രാക്കറ്റ് നമ്മൾ കളക്ട് ചെയ്തു, അത് പ്രോപ്പറായിട്ട് പെയിൻറ്റ് ചെയ്തു കിട്ടും. നമ്മൾ അത് അലോയി ആണ് പീസ്, എന്നിരുന്നാലും നമ്മൾ പെയിൻറ്റ് ചെയ്യാതെ ഫിക്സ് ചെയ്യുന്ന അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അത് പെയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പുതിയ കംപ്രസർ ഫിക്സ് ചെയ്തു. ഈ ഒരു സുബ്രോസിൻ്റെ കംപ്രസറിലും അതുപോലെ തന്നെ ഈ ഒരു ജപ്പാൻ്റെ കംപ്രസറിലും വരുന്ന കപ്ലേഴ്സ് കാര്യങ്ങളൊക്കെ സെയിം ആട്ടോ. അതായത് ജെനുവിൻ ഫിറ്റിങ്സ് ആണ്. നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്യുക, വയർ പിരിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. കപ്ലർ ടു കപ്ലർ ഫിക്സിങ് ആണ്. അത് പ്രോപ്പറായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ടെൻഷൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ AC പൈപ്പുകളാണ്. അത് സത്യം പറഞ്ഞാൽ നല്ല സമയം എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും ഇത് ക്രിമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഹോസ് ക്രിമ്പ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. അപ്പം ഞങ്ങൾ ചുരുങ്ങിയത് 4 തവണയെങ്കിലും പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഒരു തവണ ഇത് ക്രിമ്പ് ചെയ്യും, പിന്നെ റിട്ടേൺ ഗ്യാരേജിലേക്ക് വരും, കാറിൽ ഫിക്സ് ചെയ്യും. അപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെ റിട്ടേൺ നമ്മൾ പോകും. അങ്ങനെ 2-3 തവണയൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് ഈ ഒരു ഹോസ് നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുത്തത്. അപ്പം ഈ ഒരു സുബ്രോസ് കംപ്രസറിൻ്റെ പൈപ്പുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വേറെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ആൾട്രേഷൻ അവിടെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഹോസ് കാര്യങ്ങൾ നല്ല ടൈം എടുത്തു. ഞങ്ങൾ അവിടെ ചെന്ന് ഇതിൻ്റെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു തവണ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ക്രിമ്പ് ചെയ്യുമ്പോൾ വീണ്ടും ക്ലീൻ ചെയ്യണം. അപ്പം ഞങ്ങൾ തന്നെ നിന്നിട്ടാണ് അത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ഗൈസ് കംപ്രസർ, അതുപോലെ തന്നെ പുതിയ കണ്ടൻസർ, ബാക്കി ഹോസുകൾ കാര്യങ്ങൾ, അങ്ങനെ കംപ്ലീറ്റ്ലി A to Z നമ്മൾ പെർഫെക്റ്റ് ആക്കി നമ്മൾ ചെയ്തു. AC നമ്മൾ ചെയ്യാൻ വേണ്ടി നല്ല ടൈം എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടോ, നമ്മൾ ആ ഒരു ജപ്പാൻ ടൈപ്പ് കംപ്രസറിന് ഇതിലേക്ക് മാറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ലാഗ് വളരെ കുറവാട്ടോ. അപ്പം നമ്മൾ ചില വണ്ടികളൊക്കെ AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി തീരെ വലിവ് കിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ആ ഒരു പ്രശ്നമില്ല. AC ഒക്കെ ഓൺ ചെയ്താൽ നമുക്ക് കയറ്റം കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ AC പാർട്ടും. പിന്നെ ഇതിൻ്റെ ഓണറിന് കുറച്ച് പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ ഗ്യാരേജിൽ പെയിൻറ്റിങ് ഇല്ല. ഞങ്ങൾ മെക്കാനിക്കൽ AC ബാക്കി സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഈ ഒരു സൈഡിലൊക്കെ കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ മാത്രമല്ല ഇതിൻ്റെ സീറ്റ് കവർ നമ്മൾ റീപ്ലേസ് ചെയ്തു. സീറ്റ് കവർ കുറച്ച് പഴയതായിരുന്നു, സീറ്റ് കവറെല്ലാം മാറ്റി പുതിയതാക്കി. പിന്നെ കുറച്ച് റെസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട്. മഴ പെയ്യുമ്പം വെള്ളം അകത്തേക്ക് വീഴുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഫ്രണ്ടൊക്കെ ഫുൾ അയച്ചെടുത്ത് പ്രോപ്പറായിട്ട് ഡീപ്പായിട്ട് ചെയ്തു. നല്ല ടൈം എടുത്തിട്ടുണ്ട് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിൻ്റെ കാര്യം എടുത്താൽ നമ്മൾ ഉള്ളിലേക്ക് വെള്ളം കയറിയതുകൊണ്ട് തന്നെ ഫ്ലോറിൽ നല്ല റെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ട് നല്ല പ്രോപ്പറായിട്ട് അത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കി. അതിൻ്റെ ശേഷം പുതിയ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു വർക്ക് ഇങ്ങനെയാണ്. അപ്പം നല്ല ടൈം എടുത്ത് ചെയ്ത വർക്കാട്ടോ. നമ്മൾ നല്ല ഒരു ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ നിങ്ങളടുത്ത് സൂചിപ്പിച്ചു, സ്ക്രാപ്പിൽ നാനോ ഒരുപാടുണ്ട്. പുതിയ മോഡലുകൾ വരുന്നുണ്ട് കേട്ടോ സ്ക്രാപ്പിൽ. കാരണം വേറെ ഒന്നുമല്ല, ആളുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. കാരണം നാനോ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ സ്ക്രാപ്പിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആളുകൾക്ക്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് ആട്ടോ. കാരണം പാർട്സ് കിട്ടാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ചില പാർട്സുകളൊക്കെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ കമ്പനിയിൽ വരെ പാർട്സ് ഇല്ല എന്നാണ് പറയുന്നത്. ചില പാർട്സുകളൊക്കെ ചിലപ്പം കുറച്ച് വർഷം കഴിഞ്ഞുകൊണ്ടായിരിക്കാം, എന്തായാലും അറിയില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്ത് ഇപ്പോൾ ഈ വണ്ടി പെർഫെക്റ്റ് ആക്കി. ഇതിൻ്റെ ഓണറോട് ഞാൻ വലിയൊരു നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹം നമ്മളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത ആളാണ്. ഒരു വർക്ക് നമ്മൾ ഇത്ര ടൈം എടുക്കും, ഇത്ര ദിവസം കഴിയുമെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം യാതൊരു രീതിയിലുള്ള ധൃതിയും അദ്ദേഹം കാണിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനാണ് നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടു തന്നത്. റിട്ടേൺ എടുക്കാനും അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, 2 ആളുണ്ട്. ഒന്ന് ചെറിയ ആളാണ്, ചെറിയ മകനാണ് വണ്ടി ഫുള്ളായിട്ട് കെയർ ചെയ്യുന്ന ആൾ. ഓക്കെ, അവനും വന്നിട്ടുണ്ട്. അവൻ വന്നു കഴിഞ്ഞിട്ട് അവനും ഫുള്ളായിട്ട് ഒരു ഇൻസ്പെക്ഷൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞാൽ അദ്ദേഹം നാട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഈ വണ്ടി ഒന്നുകൂടെ ഗ്യാരേജിലേക്ക് കൊണ്ടുവരും. ഈ വണ്ടി തിരൂരിലുള്ള വണ്ടിയാണ്. ഞങ്ങളെ വർക്ക്ഷോപ്പ് കോഴിക്കോടാണ്. അപ്പോൾ അവിടുന്ന് ഒന്നുകൂടെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വരും. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇപ്പോൾ ഹൈവേ ഒക്കെ വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ചു വിട്ട് പോകാം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം. പറ്റുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇത് സർവീസിന് വരുമ്പോൾ ഒന്നും കൂടെ ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഓണർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെയും ചെയ്യാം.
ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.